ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് വ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. അതിനു വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ബോൺലെസ് 750 ഗ്രാം, ഉരുളക്കിഴങ്ങ് ഒരു വലുത് ഒരു 1/2 കിലോയോളം വരുന്നത്, സവാള 4, തക്കാളി 1, ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 3, പച്ചമുളക് 4, കറിവേപ്പില മല്ലിയില ആവശ്യത്തിന്, തേങ്ങാപ്പാൽ പൊടി 1/2 കപ്പ് അല്ലെങ്കിൽ 5 വലിയ ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 2 സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, പെരിഞ്ജീരകം 2 സ്പൂണ്, ഗരം മസാല കൂട്ട്, ഉപ്പ് ആവശ്യത്തിന്, ഒരു ചെറുനാരങ്ങ, 1/2 സ്പൂണ് കടുക്, ആവശ്യത്തിന് ഓയിൽ. ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കാൻ തുടങ്ങാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ലില്ലാത്ത ചിക്കനിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, 3/4 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങ നീര് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 15 മിനിറ്റ് പിടിക്കുവാൻ വേണ്ടി വെക്കുക. ഈ സമയം സവാളയും മറ്റ് ചേരുവകളും നമുക്ക് തയ്യാറാക്കി വെക്കാം. സ്റ്റൗവിലേക്ക് ഒരു ഉരുളി വെച്ച ശേഷം അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർക്കുക. മസാല കഴുകി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, 1.5 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കുക. ഈ സമയം നമുക്ക് ഒരു തവ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകവും മസാലക്കൂട്ടും ഇട്ട് നന്നായി മൂപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് പൊടിക്കുവാൻ വേണ്ടി മാറ്റി വെക്കുക. തവയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് 1 നുള്ള് ഉലുവ, 1/2 സ്പൂൺ പെരിഞ്ജീരകം ഇവ ഇട്ട് ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് വഴറ്റുക. കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് നല്ല സ്മെല്ല് വരുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് വേവുകാൻ വേണ്ടി അടച്ചു വെക്കുക. ഈ സമയം നമുക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം. അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ആവി കൊള്ളിച്ച ശേഷം സവാള വീണ്ടും ഒന്ന് നന്നായി കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് വീണ്ടും നന്നായി വഴറ്റി ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെക്കുക. സവാള വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം നല്ല ബ്രൗൺ കളറായെങ്കിൽ അതിലേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് വീണ്ടും നന്നായി വഴറ്റുക. മസാല ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ വളരെ കുറച്ചിടുക. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എണ്ണ ഒരുവിധം തെളിഞ്ഞു വരാറാവുന്നതും വരെ ഇളക്കുക. ആ സമയം നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ചിക്കൻ ഇളക്കി കൊടുക്കുക, അടി പിടിക്കാത്ത രീതി. ഗരം മസാല ചേർത്ത ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. നല്ലൊരു സ്മെല്ല് വരുന്നിടം വരെ ഇളക്കിയെടുത്ത ശേഷം നമുക്ക്
ഒരു ഗ്ലാസ്സിൽ ചെറിയ ചൂടുവെള്ളത്തിൽ 1/2 കപ്പ് തേങ്ങാപ്പാൽ പൊടി മിക്സ് ചെയ്തെടുക്കാം. അതിൽ ഒരു നുള്ളു പെരിഞ്ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില മസാലയിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം മസാല മാറ്റി വെക്കുക. ഈ സമയം നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല കുറുകി നല്ല ടൈറ്റ് ആയിരിക്കുന്ന ചിക്കനിലേക്ക് വാങ്ങി വെച്ച മസാലക്കൂട്ട് ചേർത്ത് നന്നായി ഇളക്കുക. ഇപ്പോൾ ഏകദേശം ഡ്രൈ ആയ മാതിരിയാണ്. കുഴപ്പമില്ല, നമ്മൾ തിളപ്പിച്ചാറിച്ച ഒരു 1.5 കപ്പ് വെള്ളത്തോളം ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാനുള്ള സമയം എടുക്കുക. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി ഒന്ന് അടച്ചു വെച്ചേക്കുക. ഒരു 2 മിനിറ്റ് തേങ്ങാപ്പാലിൽ കിടന്ന് ചിക്കൻ വേവാനുള്ള സമയം എടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് ഒന്ന് കടുക് പൊട്ടിച്ച് താളിച്ചു കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉരുളക്കിഴങ്ങ് വെന്തിരിക്കുന്ന കാരണം ഇച്ചിരി ലൂസായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അത് ഭയങ്കര ടൈറ്റായി പോകും ഗ്രേവി. അതുകൊണ്ട് വാങ്ങുന്ന സമയം ഇച്ചിരി ലൂസായി ഗ്രേവി തയ്യാറാക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ നല്ല സൂപ്പർ ടേസ്റ്റിൽ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ആവശ്യത്തിന് മല്ലിയില മുകളിൽ വിതറി ഡെക്കർ ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി എത്തുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.